മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ലോപ്പസിൻ്റെ അടുത്ത് പ്രതാപനെയും വാമദേവനെയും ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയണം കേട്ടോ. പിന്നീട് ലോപ്പസ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയതും കാറ് തുറന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയതും തന്നെ പ്രതാപം ഓടുകയാണ് കേട്ടോ. പക്ഷേ പിന്നെ തന്നെ നമ്മുടെ മാർക്കോ വരുന്നുണ്ട്. മാർക്കോയുടെ മുമ്പിൽ വന്ന് പെടുകയാണ് കേട്ടോ. എവിടേക്കാ എന്ന് ചോദിക്കുകയാണ്. മാർക്കോ ഒന്നുമില്ല പറയും. മാർക്കോ, ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് എന്നെ കടപ്പുറത്ത് വെച്ചിട്ട് എത്ര തല്ലി, എനിക്ക് പേടിയാണ്, എന്നിനെയൊന്നും തല്ലല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. കണ്ണൻ സാർ ഒരു പാവമായ കാരണമാണ് നിങ്ങളെ ജയിലിലാക്കിയത്. ഞാനായിരുന്നെങ്കിൽ നിങ്ങളെ അങ്ങനെ കൊന്നേനെ എന്ന് പറയട്ടോ. ഇത് തൂക്കി വിൽക്കാൻ പറ്റില്ല മാർക്കോ, ഇത് വിഷമാണ് എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നത് ഞാൻ വിഷമല്ല എന്ന് പറയണേ. ശരി, നമുക്ക് എന്നാൽ ഇതിൽ ആർക്കാ വിഷം എന്ന് നോക്കാം എന്നിങ്ങനെ പറയണ കേട്ടോ. പിന്നീട് ഇതേതാ മാസം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാസം തെറ്റി പറയണ കേട്ടോ. അതേസമയം കന്നിമാസമാണ് എന്ന് വാമദേവൻ പറയാം. കന്നിമാസമാണല്ലോ, അതുകൊണ്ടാണല്ലോ നിനക്ക് അങ്ങനത്തെ ചിന്തയുണ്ടായത്. നിൻ്റെ മോനും ആ സമയത്താണല്ലോ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശരി, നമുക്ക് കർക്കിടക ചികിത്സ ഇവിടെ തുടങ്ങാം എന്ന് പറയണ കേട്ടോ. പിന്നീട് വസ്ത്രങ്ങളൊക്കെ ഊരാൻ പറയണം, ഷർട്ടൊക്കെ ഊരാൻ പറയണം കേട്ടോ. അതിനുശേഷം ഏതായാലും നിങ്ങൾക്ക് ലോക്കപ്പ് മർദ്ദനം അവിടെ നിന്ന് കിട്ടിയില്ലല്ലോ. അവർ പറഞ്ഞു നിങ്ങൾ പോയതും തന്നെ സത്യങ്ങളെല്ലാം പറഞ്ഞ കാരണം അവരൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്തായാലും ശരി, ഇപ്പം ഞങ്ങൾ സ്വയം നിങ്ങൾക്ക് ലോക്കപ്പ് മർദ്ദനം തരികയാണ്. പിന്നെ ഇത് കണ്ണൻ സാറോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കാരണം ഞങ്ങൾ സ്വയം ചെയ്യുന്നതാണ്. പിന്നൊരു കാര്യം നിനക്കറിയണ്ടേ, നിൻ്റെ മകനെ എങ്ങനെ ആയി എന്നറിയോ? നിൻ്റെ മകൻ മാർക്കോയെ ഇടിച്ച് ഇട്ടു. പക്ഷേ കണ്ണൻ സാർ അപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ ആ സമയത്ത് കണ്ണനാണ് നിൻ്റെ മകനെ ഇങ്ങനെ ആക്കിയത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അങ്ങനെ മേഘനാഥനാകെ അന്തം വിട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, നിങ്ങൾക്ക് അവരെ നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തുടങ്ങാലേ എന്നാലേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ദുർഗ ഉണ്ണിയുടെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് ചോദിക്കുന്നത്, എന്താ മോനെ, നിനക്ക് എന്തായാലും ശരി നിൻ്റെ അച്ഛനെ കൊന്നവരുടെ കാര്യം നിനക്കറിയില്ല, നിനക്ക് എങ്ങനെ അവരെ സ്നേഹിക്കാൻ പറ്റുന്നത്? അവർ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, റിമാൻഡ് പ്രതികളായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. ഇറങ്ങിക്കോട്ടെ, അവർ പറഞ്ഞതാണ് ശരി, എനിക്ക് അവരെയാണ് വിശ്വാസം. അച്ഛനെ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അച്ഛൻ നിങ്ങളോട് എന്താ ചെയ്തത്? നിന്നോട് ആരാ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ദുർഗ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ജയിലിൽ പോയപ്പോൾ അമ്മാവനും അവരൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അതേസമയം ദുർഗ പറയുന്നുണ്ട്, ദുർഗയോട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഒരു ഹോം നേഴ്സായിട്ടാണ് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് എന്താ തന്ന് എല്ലാ സ്വത്തുക്കളും കണ്ണൻ മോഹൻ്റെ കൺമോനലിൽ എഴുതി കൊടുത്തിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് എന്താ തന്നത്? എന്തെങ്കിലും തന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീടും പുരയിടും എന്തെങ്കിലും എഴുതി തന്നോ എന്ന് ചോദിക്കുകയാണ്. എന്തിനു പോട്ടെ, നിങ്ങൾക്ക് ആ സ്വർണ്ണം ഉണ്ടായിരുന്നു, സ്വർണ്ണക്കട ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും തന്നോ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 5-10 പവനോ വിലയില്ലാത്ത സമയത്ത് തന്നിട്ടുണ്ടാകും. അതിന് വലിയ കാര്യമായി. നിങ്ങൾ അവരുടെ മോനെ നോക്കാനല്ലേ വന്നത് ഹോം നേഴ്സായിട്ട് എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നു, ഹോം നേഴ്സാണെങ്കിൽ എനിക്ക് 2 മക്കളുണ്ടാവില്ലായിരുന്നു എന്നിങ്ങനെ പറയും. അത് വലിയ കാര്യമായി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ദുർഗ പണ്ട് നടന്ന കാര്യങ്ങൾ പറയണം. മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ അമ്മാവൻ വന്നിരുന്നു. നിൻ്റെ അമ്മാവൻ വന്നിട്ട് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ അവിടെ സൂപ്പർവൈസറായപ്പോൾ കുറച്ച് തരികടയൊക്കെ ചെയ്തു. അതെന്തായാലും അറിഞ്ഞ കാരണം നിൻ്റെ ഭർത്താവ് എന്തായാലും ശരി വിശ്വനാഥനത് അറിഞ്ഞിട്ടുണ്ട്. എന്നെ ജോലിയിൽ ഇനി കയറ്റില്ല എന്നാണ് പറയുന്നത്. നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എന്തിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്? ഇത്രയും ഭംഗിയുള്ള നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് അവരുടെ മൂത്ത മോനെ നോക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലായോ? അവരുടെ സ്വത്തുക്കളൊക്കെ കുറച്ചും കൂടി നിൻ്റെ പേരിൽ എഴുതി വെക്കാൻ പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം നമ്മുടെ ദുർഗ നല്ല സ്വഭാവമുള്ള ദുർഗയാണ്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്ന് പറയും. എന്ത് പൊന്നുപോലെ നോക്കുന്നത്? എന്നാലും നീ ഇത്രയും ഒരു മണ്ടിയായല്ലോ, നീ എന്തായാലും എൻ്റെ കാര്യങ്ങളൊന്ന് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറയണം കേട്ടോ. പിന്നീട് വാമദേവൻ പറയുന്നുണ്ട്, നിന്നെ കല്യാണം കഴിച്ച് വിട്ടത് ഈ സ്വത്ത് മുതലും കണ്ടിട്ട് തന്നെയാണ്. അവൻ നിനക്ക് എന്തെങ്കിലും തന്നോ? ഒന്നും തന്നില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പ്രലോഭിപ്പിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഉണ്ണിയോട് ദുർഗ പറയുന്നുണ്ട്,
ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നിൻ്റെ അച്ഛനോട് വന്നപ്പോൾ ചോദിച്ചു. അത് പിന്നീട് അതേപോലെ തന്നെ വാമദേവൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീണ്ടും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. വാമേട്ടൻ എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ അങ്ങേര് വിശ്വട്ടൻ തരും എന്നിങ്ങനെ പറയണിട്ടു. അതേസമയം വാമദേവൻ പറയേണ്ട അവൻ്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അവൻ്റെ സ്വഭാവം മാറും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എല്ലാ സ്വത്തുക്കളും അവൻ്റെ ആദ്യ ഭാര്യയുടെ പേരിലാണ്. നിനക്കോ നിൻ്റെ മക്കൾക്കോ അവനൊന്നും തരില്ല. അവനെ എത്രയാണെങ്കിലും സ്നേഹം കണ്ണനോട് മാത്രമാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ദുർഗ പറയണം, അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ടായിരിക്കാം സ്നേഹം എന്ന് പറയണം. നിനക്കും നിൻ്റെ മക്കൾക്കും ഒന്നും തരില്ല. എന്തായാലും ശരി, ഞാൻ പോണു. അവനിനി എന്നെ ജോലിക്ക് എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ദുർഗ നിൽക്കുന്നത്. കാരണം ഒന്നും ദുർഗയ്ക്ക് പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വാമേട്ടൻ്റെ ശാപമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർ കൊന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു മോനെ എന്നിങ്ങനെ ദുർഗ ഉണ്ണിയോട് പറയണം കേട്ടോ. പക്ഷേ ഉണ്ണിക്ക് എന്ത് പറഞ്ഞിട്ടും അങ്ങോട്ടേക്ക് കയറുന്നില്ല. അതേസമയം നമ്മുടെ മാർക്കോ പ്രതാപനെയും വാമദേവനെയും ചവിട്ടി കൂട്ടി ഇഞ്ചി പരുവമൊക്കെയാണ് കേട്ടോ. നിലവിളിച്ചിട്ട് ഇനി മേലിൽ അവർ ജീവിതത്തിൽ ഒരാളെയും കൈവയ്ക്കില്ല, അത്രയും പരുവമൊക്കെയാണ് കേട്ടോ. അതേസമയം കരുണ വന്നിട്ട് കണ്ണനോട് കെഞ്ചി കരയുന്ന പോലെ പറയുന്നുണ്ട് കേട്ടോ. കണ്ണേട്ട, അവരെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരുമോ കണ്ണേട്ട എന്ന് ചോദിച്ചിട്ട് കരയുന്നത് പോലെ നമ്മുടെ കരുണ കണ്ണനോട് വന്ന് കെഞ്ചിനുണ്ട് കേട്ടോ. അതേസമയം ഉണ്ണിക്ക് ഇതൊന്നും ഒഴിവാക്കുകയും വേണ്ട, ഈ കേസൊന്നും മാറ്റാനും പാടില്ല. കാരണം ഉണ്ണിക്ക് സ്വത്തുക്കൾ മാത്രം ആഗ്രഹിക്കുന്നൊരു പ്രത്യേകതരം ഒരു മനുഷ്യജീവിയാണ് ഉണ്ണി. ഏതായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ മാർഗോടെ മുഴുവൻ പരിപാടിയും നമുക്ക് കാണാം കേട്ടോ. ഏതായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.